ലോക സംഗീത ദിനവും യോഗ ദിനവും എസ് ദാസ് മ്യൂസിക്സ് വടകരയുടെ നേതൃത്വത്തിൽ കൊണ്ടാടി. പരിസ്ഥിതി പ്രവർത്തകനും ഗായകനുമായ മണലിൽ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ബി രശ്മി അധ്യക്ഷത വഹിച്ചു. സംഗീതത്തിന്റെ ഓരോ സ്വരവും മറ്റുള്ളവർക്ക് സന്തോഷം പകരാനാവും. ഓരോ താളവും ഹൃദയങ്ങളെ ഒന്നിപ്പിച്ച് സൗഹൃദം വളർത്താനും ഉപകരിക്കുന്നതാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഗീത ദിനത്തിന്റെ ആണെങ്കിൽ നമ്മുടെ ഓരോ സ്വരവും പാട്ടിലെ ഓരോ സ്വരവും സന്തോഷകരമാക്കുക, ഓരോ താളവും നമ്മൾ ഹൃദയത്തിലേറ്റുക, ഹൃദയ ഐക്യം വർദ്ധിപ്പിക്കുക, ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, മനസ്സിൽ അസൂയയും കുശുമ്പും കുന്നായ്മയും അതൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഒഴിവാക്കുക. നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതെ സംഗീതം കൊണ്ട് ഈ ചുറ്റുപാടുമുള്ള നമ്മളുടെ സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കുക, ഓരോ പാട്ടിൻ്റെയും സ്വരങ്ങളെ ആ രീതിയിലേക്ക് സന്തോഷകരമാക്കാൻ വേണ്ടി എടുക്കുക, താളത്തെ നമ്മുടെ ഹൃദയ ഐക്യം വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലോക സംഗീത ദിനത്തിൻ്റെ സന്ദേശം. ആദ്യത്തെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ മനോഹരമായിട്ട് നിങ്ങളെല്ലാം പാട്ട് പാടുന്നത് കേട്ടു. വളരെ എനിക്ക് താഴേന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് റെക്കോർഡാണെന്ന് കരുതുന്നു. ഒരു മോള് പാടുന്നത് കേട്ടപ്പോഴും വേറൊരു കുട്ടി പാടുന്നത് കേട്ടപ്പോഴും പിന്നെ മാഷ് പാടുന്നത് ഒരു നല്ല കയ്യടി. അവിടെ പാടിയിരിക്കുന്ന മുഴുവൻ കുട്ടികൾ വളരെ മനോഹരമായിട്ട് പാടി. നാളത്തെ സിനിമ പിന്നണി ഗായകരും പിന്നണി ഗായകന്മാരും ഒക്കെ ആവേണ്ട കുട്ടികളാണ്. അങ്ങനെയൊക്കെ വരേണ്ട ആളുകളാണ്. എന്താ ഈ പിന്നണി ഗായനം എന്ന് പറയുന്നത്? അപ്പോൾ നേരത്തെ മുന്നണി ഗായനം ഉണ്ടായിരുന്നു. നേരത്തെ മുന്നണി പ്രേംകുമാർ വടകര, അഡ്വക്കേറ്റ് എം കെ സദാനന്ദൻ, റഫീഖ് മുക്കാളി, സുരേഷ് ബാബു കെ, ബിഷാന്ത് വി കെ, പി ശശി തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത ക്വിസ് മത്സര വിജയികൾക്ക് പ്രേംകുമാർ വടകര സമ്മാനം നൽകി. രക്ഷിതാക്കൾക്ക് അന്താക്ഷരി മത്സരവും നടന്നു.